Dear students, welcome to our English class. Snake and the Mirror എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗത്തിലോട്ട് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് റിവൈസ് അവർ ലാസ്റ്റ് സെഷൻ. അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എന്തൊക്കെയായിരുന്നു? നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. വി സ്റ്റഡീഡ് അബൌട്ട് ദാറ്റ് ഹോമിയോപത്സ് ക്യാരക്ടർ. അല്ലേ, അദ്ദേഹത്തിൻ്റെ കഥ അല്ലെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തെല്ലാമായിരുന്നു? ഹി വാസ് ആൻ അൺമാരീഡ് ഡോക്ടർ. അല്ലേ, അദ്ദേഹം ഹോമിയോപ്പത്തിക് ഡോക്ടറാണ്, അദ്ദേഹം അൺമാരീഡ് ഡോക്ടറാണ്. അല്ലേ, ഹി ലീവ്സ് ഇൻ എ റെൻറ്റഡ് ഹൗസ്. അദ്ദേഹം താമസിക്കുന്നത് എവിടെയാണ്? ഒരു വാടക മുറിയിൽ, വാടക വീട്ടിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. ദാറ്റ് ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. അല്ലേ, ആ വീട് വൈദ്യുതീകരിച്ചിരുന്നില്ല എന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? 60 rupees ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, സം ഷർട്ട്സ് ഉണ്ട്, ക്ലോത്ത്സ് എക്സെട്ര എക്സെട്ര. അതുപോലെ തന്നെ വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. ആൻഡ് റിമെമ്പർ വൺ തിങ്, ഹി വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി. നമ്മളെപ്പോലെ തന്നെ അദ്ദേഹം സൗന്ദര്യത്തിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ദാറ്റ് ടൈം ഹി വാസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ഒരു കണ്ണാടിക്ക് മുമ്പിലായിരുന്നു അദ്ദേഹം ഇരുന്നിട്ടുണ്ടായിരുന്നത്. അല്ലേ? ഓക്കെ, so let's continue our chapter 7th paragraph. I took a close look at my face in the mirror. അല്ലേ, നമ്മുടെ ഡോക്ടർ എവിടെയാണ് ഇരിക്കുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ദാറ്റ് ടൈം ഹി ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് ഹിസ് ഫേസ് ഇൻ ദ മിറർ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കണ്ണാടിയിലോട്ട് വളരെ അടുത്ത് പോയിട്ടിരുന്നു, ഒട്ടങ്ങനെ നോക്കി. ആൻഡ് ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. I would shave daily and grow a thin mustache to look more handsome. അല്ലേ, നമ്മൾ സാധാരണ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കും. അതുപോലെ തന്നെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. സോ ഹി മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. അദ്ദേഹം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നു. എന്താണ് ഡിസിഷൻ? ഹി വുഡ് ഷേവ് ഡെയിലി. അദ്ദേഹം എല്ലാ ദിവസവും എന്തെയും ഷേവ് ചെയ്യും. ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. എന്തിനാണ് ഷേവ് ചെയ്യുന്നത്? To grow a thin mustache. For what? To look more handsome. അതായത് അദ്ദേഹത്തിൻ്റെ മുഖം നമ്മുടെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തോന്നുകയാണ്, ഞാനൊന്ന് ഷേവ് ചെയ്ത് കുട്ടപ്പനായി കഴിഞ്ഞാൽ, അല്ലേ, മീശയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ കുറച്ചും കൂടി ചന്ത ഉണ്ടാവും. അല്ലേ, കാരണം ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് ചിന്ത വേണം. ചിന്ത എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഐ വാസ് ആഫ്റ്റർ ആൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. അല്ലേ, എല്ലാത്തിനു ശേഷം ഞാൻ എന്താണ്? ഒരു ബാച്ചിലറാണ്, അൺമാരീഡ് ഡോക്ടറാണ്. അല്ലേ, അത് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു പറയുന്നുണ്ട്. അല്ലേ, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് മക്കളെ ഇരിക്കുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ആൻഡ് ഹീ ടുക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. വാട്ട് വാസ് ദ ഡിസിഷൻ? ഹീ വുഡ് ഷേവ് ഡെയിലി. ഫോർ വാട്ട്? ടു ലുക്ക് മോർ ഹാൻസം. ഒന്നും കൂടി സുന്ദരനായി തോന്നിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഡെയിലി ഷേവ് ചെയ്യുക. സാറിൻ്റെ പോലെയൊന്നും അല്ല. അല്ലേ, അപ്പോൾ കൂടുതൽ സുന്ദരനായിട്ട് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഷേവ് ചെയ്തിട്ട് മീശ വെച്ചാൽ മതി എന്നാണ് നമ്മുടെ ഡോക്ടറിന്റെ അഭിപ്രായം. ഓക്കെ, അദ്ദേഹം എവിടെയാണ് മക്കളെ ഇരിക്കുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. വിട്ടുകൊടുക്കുന്നില്ല അദ്ദേഹം. ഐ ലുക്ക്ഡ് ഇൻ ടു ദി മിറർ ആൻഡ് സ്മൈൽഡ്. ഇത് മെല്ലെ കണ്ണാടിൻ്റെ അടുത്ത് ഇരിക്കുകയാണല്ലോ. അപ്പൊ മെല്ലെ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്തു? ഒന്നാണ് ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. അല്ലേ, സ്വന്തം പുഞ്ചിരിയെ പുകയത്തുന്ന ലോകത്തിലെ ആദ്യത്തെ ഡോക്ടറായി നമുക്ക് വേണമെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടറെ നമുക്ക് കൂട്ടാം. അല്ലേ, ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. അല്ലേ, ആ ചിരിയിൽ, ദാറ്റ് മീൻസ് അട്രാക്റ്റീവ് മീൻസ് എന്താണ്? ആകർഷണീയപരമായിട്ടുള്ള. അല്ലേ, ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കൺ ഡിസിഷൻസ്. ദാറ്റ് ടൈം ഹി ടുക്ക് അനദർ ഡിസിഷൻ. ആദ്യം ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഹി വുഡ് ഷേവ് ഡെയിലി. അദ്ദേഹം എല്ലാ ദിവസവും എന്ത് ചെയ്യും? ഷേവ് ചെയ്യും. എന്തിനാണ്? he wanted to grow mustache. അല്ലേ, അദ്ദേഹത്തിന് മീശ വളർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയ പൊടി മീശക്കാരനാണ് തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്തിനാണ് മീശ വളർത്തുന്നത്? ടു ലുക്ക് മോർ ഹാൻസം. ഐ വുഡ് ആൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. വീണ്ടും ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞു, ഒരു എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഐ വുഡ് ആൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. നേരത്തെ ഒരു ചിരിച്ചല്ലോ. അല്ലേ, ദാറ്റ് സ്മൈൽ വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ എന്ന് പറഞ്ഞു. അല്ലേ, എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താ? ഐ വുഡ് ആൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? ആ അട്രാക്റ്റീവ് സ്മൈൽ എന്ത് ചെയ്യും? എൻ്റെ മുഖത്ത് ആ പുഞ്ചിരി ഞാൻ കാത്തു സൂക്ഷിക്കും. വീണ്ടും പറയുന്നു, ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അല്ലേ, ഞാനൊരു ബാച്ചിലറാണ്,
അതുപോലെ തന്നെ പദവിയിൽ ഉയർന്നിട്ടുള്ള ഒരു ഡോക്ടറുമാണ് എന്നൊക്കെ പറയാം. അതായത് സ്വയം എന്ത് ചെയ്യാണ്, പൊക്കുകയാണ് അല്ലേ. നമ്മളെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ SP ആണെന്ന് എന്ത് ചെയ്യാം പറയാം. സ്റ്റുഡൻസ് അല്ലേ, അപ്പൊ നമ്മൾ 2 ഡിസിഷൻസ് പറഞ്ഞു. എന്തായിരുന്നത്? ഒന്ന് ഷേവ് ഡെയിലി ടു ലുക്ക് മോർ ഹാൻസം. അതുപോലെ തന്നെ ലുക്ക് മോർ ഹാൻസത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ഹി വുഡ് ആൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ്. അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും എന്ത് ചെയ്യുമെന്നാ പറഞ്ഞിട്ടുള്ളത്? ആ അട്രാക്റ്റീവ് സ്മൈൽ എന്ത് ചെയ്യും? കീപ്പ് ചെയ്യും. കാരണം എന്താ? അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ആരാണ്? ഒരു ഡോക്ടറുമാണ്. ഓക്കെ, ഇതൊക്കെ ചിന്തിച്ചു കണ്ട് ആ കണ്ണാടിക്ക് മുന്നിൽ ഇരിക്കുകയാണ്. ദാറ്റ് ടൈം അഗെയിൻ came that noise from above. In our last class we mentioned that noise. That noise was a familiar one. That's the reason our doctor didn't mind it. അല്ലേ? അതായത് എന്നും കേൾക്കുന്ന പരിചിതമായിട്ടുള്ളൊരു ശബ്ദമായതുകൊണ്ട് അദ്ദേഹം അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? മൈൻഡ് കൊടുത്തോ? ഇല്ല. ഓക്കെ, ഐ ഗോട്ട് അപ്പ്. ഇതുവരെ എവിടെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ആൻഡ് ഹി ടൂക്ക് സം ഡിസിഷൻസ്. ഷേവ് ആൻഡ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ അല്ലേ, അതൊക്കെയായിരുന്നു. ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി അല്ലേ, അദ്ദേഹം എണീക്കുന്നു, ഒരു ബീഡിയൊക്കെ കത്തിച്ചു. ആൻഡ് പേസഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം, മുറിക്കകത്തിലൂടെ ടു ആൻഡ് ഫ്രോ ആയിട്ട് അങ്ങനെ നടക്കുക. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ അല്ലേ. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചിന്ത വന്നിട്ട് അദ്ദേഹത്തെ ഇടിക്കുകയാണ്. ദാറ്റ് മീൻ എന്താണ് പറ്റിയിട്ടുള്ളത്? ഐ വുഡ് മാരി. ഓ മൈ ഗാഡ്, അവർ ഡോക്ടർ വാണ്ട് ടു മാരി. നമ്മുടെ ഡോക്ടർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുക. ഇതുവരെ ബാച്ചിലറാണ്. ഞാൻ വലിയ ഡോക്ടറാണെന്ന് പറഞ്ഞ് ഇപ്പോ നമ്മുടെ ഡോക്ടർക്ക് എന്ത് കഴിക്കണം? കല്യാണം കഴിക്കണം അല്ലേ. ഐ വുഡ് ഗെറ്റ് മാരിഡ് ടു എ വുമൺ ഡോക്ടർ ഹു ഹാഡ് പ്ലെന്റി ഓഫ് മണി ആൻഡ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ് അല്ലേ. ഇതൊരു രീതിയാണ്. ഡോക്ടേഴ്സിന് മാത്രം, ടീച്ചേഴ്സിന് മാത്രം അല്ലേ. ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞ കേട്ടോ, ജസ്റ്റ് അല്ലേ, ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഓക്കെ, അദ്ദേഹത്തിന് കല്യാണം കഴിക്കണം. ഇനി എല്ലാവരുടെ മനസ്സിലുണ്ടാവും അല്ലേ, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചൊരു സങ്കല്പം. നമ്മുടെ ഡോക്ടറുടെ മനസ്സിൽ ചില്ലറ സങ്കല്പമൊന്നുമല്ല. ജസ്റ്റ് നോക്കാം. ആക്ച്വലി അവർ ഡോക്ടർ വാണ്ട് ടു മാരി എ വുമൺ ഡോക്ടർ അല്ലേ. നമ്മുടെ ഡോക്ടറിന് കല്യാണം കഴിക്കേണ്ടത് ഒരു ഡോക്ടർ തന്നെയാണ്. ഹു ഹാഡ് പ്ലെന്റി ഓഫ് മണി, അവളുടെ അടുത്ത് ധാരാളം പണം വേണം. ആൻഡ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, നല്ല മെഡിക്കൽ പ്രാക്ടീസ് വേണം, അതായത് നല്ല ഡോക്ടർ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഡോക്ടറിന്റെ സങ്കല്പത്തിലുള്ള സ്ത്രീ വുമൺ ഡോക്ടർ ആയിരിക്കണം, ഹു ഹാഡ് പ്ലെന്റി ഓഫ് മണി, അതുപോലെ തന്നെ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. അടുത്തൊരു റീസൺ അല്ലേ, ഒരു കാരണം പറയാം. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. എന്താ ഫാറ്റ്? തടിച്ചി അല്ലേ. ഫോർ എ വാലിഡ് റീസൺ. ഓക്കെ, അവർ ഡോക്ടർ ആക്ച്വലി വാണ്ട്സ് ടു മാരി a fat woman doctor who had plenty of money and good medical practice അല്ലേ. തടിച്ചിയായിട്ടുള്ള ഒരു ഡോക്ടറെയാണ് കല്യാണം കഴിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ തടിച്ചിയായിരിക്കണമെന്നാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. റൺ ആഫ്റ്റർ മീ, ഫോളോ മീ അല്ലേ. ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക്, അദ്ദേഹം വീട്ടിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ആൻഡ് നീഡഡ് ടു റൺ അവേ, ചിലപ്പോൾ എന്ത് ചെയ്യും? തെറ്റ് ചെയ്തിട്ട് അദ്ദേഹം ആ തെറ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ആൻഡ് ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. ഭാര്യ തടിച്ചായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ഭാര്യക്ക് അദ്ദേഹത്തിന്റെ പുറകെ പോയിട്ട് എന്ത് ചെയ്യില്ല? അദ്ദേഹത്തെ പിടിക്കാൻ പറ്റൂല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം തടിച്ചായിട്ടുള്ളൊരു വുമൺ ഡോക്ടർ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹം വീട്ടിൽ ചെറിയ ചെറിയ കശവിശകളൊക്കെ ഉണ്ടാക്കും അല്ലേ. ചിലപ്പോൾ ഭാര്യ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എറിയും, എന്നിട്ട് അദ്ദേഹം ഓടും. അപ്പൊ തടിച്ചിയായ ഭാര്യയാകുമ്പോൾ ഓടിക്കൊണ്ട് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റില്ലല്ലോ, അതാണ് പറയുന്നത്. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. സോ ഇപ്പൊ നമ്മുടെ ഡോക്ടർ അവിടെ ഇരിക്കുന്നില്ല, നീറ്റിട്ട് ബീഡി വലിക്കുകയാണല്ലോ. അങ്ങനെ ഇത്തരം ചിന്തകളിലൂടെ അല്ലേ. വാട്ട് ആർ ദ തോട്ട്സ്? ആക്ച്വലി ഹി വാണ്ടഡ് ടു മാരി എ ഫാറ്റ് വുമൺ ലേഡി ഡോക്ടർ ഹു ഹാഡ് പ്ലെന്റി ഓഫ് മണി ആൻഡ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ചില്ലറക്കാരനല്ല അദ്ദേഹം. ഓക്കെ, അങ്ങനെ ഇത്തരം ചിന്തകളൊക്കെ ആയിട്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ സീറ്റിലോട്ട് വന്നിരിക്കുകയാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ, ദാറ്റ് മീൻസ് ആ ടേബിളിലാണ് നമ്മൾ കണ്ണാടിയുള്ളത് കേട്ടോ. ദർ വർ നോ മോർ സൗണ്ട്സ് ഫ്രം എബോവ്. ഇനി നമ്മൾ മുമ്പൊക്കെ മെൻഷൻ ചെയ്ത പോലെ ആ ശബ്ദം ഇപ്പോൾ മുകളിൽ നിന്ന് കേൾക്കുന്നില്ല. സഡൻലി ദർ കെയിം എ ഡൾ തഡ്.
ദിസ് കൈൻഡ് ഓഫ് എ സൗണ്ട് അല്ലേ, അതായത് ഒരു 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 സാധനം അതിൻ്റെ ബോഡി അടക്കം മൊത്തമായിട്ട് താഴോട്ട് വീഴുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. നമ്മൾ ടയറൊക്കെ എടുത്ത് നിലത്തോട്ട് ഇടുമ്പോൾ അതിനാണ് ആ തട്ട് ശബ്ദം എന്ന് പറയുക കേട്ടോ. ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട് സഡൻലി ദേർ കെയിം എ ഡൾ തേർഡ്. ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട് അല്ലേ, ഒരു റബ്ബർ ട്യൂബ് നിലത്തോട്ട് വീഴുന്ന പോലെ. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. ഓക്കെ, ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും അവർ ഡോക്ടർ തോട്ട് ദാറ്റ് ഹി വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. നമ്മൾ ഡോക്ടർക്ക് ഒന്ന് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു നോക്കാൻ തോന്നി. നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദാൻ എ ഫാറ്റ് സ്നേക്ക് wriggled മീൻസ് ഇറ്റ്സ് എ മൂവ്മെൻറ്റ് ഓഫ് എ സ്നേക്ക് അല്ലേ, കോയിലഡ് അല്ലേ, wriggled ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. സ്റ്റുഡൻസ് ലിസൺ ഹിയർ. No sooner than, it's an expression used in English. Second event happened firstly. അതായത് ഒരു സെൻറ്റൻസ് പറയാം, ആ സെൻറ്റൻസിൽ എന്ത് ചെയ്യാണ് രണ്ടാമത്തെ, അതായത് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ അതിൽ രണ്ടാമത്തെ സംഭവമാണ്, രണ്ടാമത് പറഞ്ഞതാണ് ആദ്യം നടന്നിട്ടുണ്ടാവുക. നമുക്ക് ഈ സെൻറ്റൻസ് നോക്കാം. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. അല്ലേ, അദ്ദേഹം തിരിഞ്ഞതും ഒരു പാമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കസാരയ്ക്ക് പുറകിലൂടെ ചുറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ലാൻഡ് ചെയ്തു. ദാറ്റ് മീൻസ് പാമ്പ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ലാൻഡ് ചെയ്തു എന്നതാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യം നടന്നിട്ടുള്ളത്. പിന്നെയാണ് അദ്ദേഹം തിരിഞ്ഞത്. രണ്ടും ഒരേ ടൈമിലാണ്, ജസ്റ്റ് മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ സിമിൾട്ടേനിയസ്ലി എന്നൊക്കെ പറയില്ലേ. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിംഗ് were simultaneous at the same time. The snakes landing on him അല്ലേ, അദ്ദേഹത്തിൻ്റെ മേലിലുള്ള പാമ്പിൻ്റെ ലാൻഡിങ്ങും ആൻഡ് ഹിസ് ടേണിംഗ് were simultaneous at the same time. അദ്ദേഹം തിരിഞ്ഞതും ഒരേ സമയത്തായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ എന്താ ചെയ്യുക, നമുക്ക് ഈ അവസ്ഥ വരികയാണെങ്കിൽ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്തരം ചിന്തകളായിട്ട് നമ്മൾ ഡോക്ടർ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് ഇനി അടുത്ത അതിഥിയുടെ വരവ്, നമ്മുടെ പാമ്പിൻ്റെ വരവ്. ഓക്കെ, നൗ അവർ ഡോക്ടർ വിത്ത് അവർ സ്നേക്ക് അല്ലേ, നമ്മുടെ പാമ്പും നമ്മുടെ ഡോക്ടറും കൂടെ ഉണ്ട്. I didn't jump, I didn't tremble, I didn't cry out. There was no time to do any such a thing. അല്ലേ, ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ അയ്യോ പാമ്പ് അല്ലേ പറയും, ഇതൊന്നും ചെയ്തില്ല. I didn't jump. Our doctor didn't jump and he didn't tremble, shake, വിറയ്ക്കുക, ഞെട്ടുക, ഫ്രീസ് ചെയ്യുക. I didn't cry out. അദ്ദേഹം he didn't cry out, നിലവിളിച്ചതുമില്ല. There was no time to do any such a thing. ഇത്തരത്തിലുള്ള കാര്യം ചെയ്യാൻ അവിടെ സമയം കിട്ടിയിട്ടുണ്ടോ? അപ്പോഴേക്കിനും പാമ്പ് എവിടെയുണ്ടോ മക്കളെ? ഷോൾഡറിൽ അല്ലേ. ഹലോ ഡോക്ടർ പറഞ്ഞ് പാമ്പ് നിൽക്കുന്നു. The snake slithered. It's a movement of a snake അല്ലേ. Slithered along my shoulder അല്ലേ, നീങ്ങുന്നു. And coiled around my left arm. And our snake coiled around our doctor's left arm അല്ലേ. പാമ്പ് ഇഴഞ്ഞു, അദ്ദേഹത്തിന്റെ ഇടത്തെ കൈത്തണ്ടയിലായിട്ട് എന്ത് ചെയ്തു, പാമ്പ് കോയിൽ ചെയ്തു. വൗണ്ടഡ് എന്നൊക്കെ പറയും അല്ലേ. അൺവൗണ്ട് ചുറ്റി അയക്കുക, വൗണ്ട് ചുറ്റുക. The snake coiled around his left arm above the elbow അല്ലേ. forearm, palm, elbow അല്ലേ. above the elbow, ദാ ഈ പോർഷനിലാണ് നമ്മളെ പാമ്പ് എന്ത് ചെയ്തിട്ടുള്ളത്, ചുറ്റിയിട്ടുള്ളത്. The hood was spread out and its head was hardly 3 or 4 inches from my face. The hood was spread out and its head was hardly 3 or 4 inches from my face. അല്ലേ, പാമ്പ് പത്തിയൊക്കെ വിടർത്തി. Hood was spread out and its അതിൻ്റെ head was hardly 3 or 4 inches from my face. അല്ലേ, the distance between snake and our homeopath's face is 3 or 4 inches. അല്ലേ, നമ്മുടെ പാമ്പും അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പത്തിൻ്റെ മുഖവും തമ്മിൽ നിൽക്കുന്ന ഒരു ഡിസ്റ്റൻസ് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഇഞ്ച് വ്യത്യാസമുള്ളൂ അല്ലേ. എത്ര ഭീകരമാണ് ആ രംഗം അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കുക.
ഓ പാമ്പ്. ഓക്കെ, സോറി, പെട്ടെന്നൊരു പാമ്പിനെ കണ്ടപ്പോൾ സാറ് പേടിച്ചു പോയതാ. ഓക്കെ, ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സേ ദേ ആർ ഹോൾഡിംഗ് മൈ ബ്രീത്ത്. ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ചാണ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. എന്നാലും അദ്ദേഹം പറയാണ് ഐ വാസ് ടേൺഡ് ടു സ്റ്റോൺ. അദ്ദേഹം കല്ലായി മാറുകയാണ്, അനങ്ങിയില്ല മക്കളെ. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. അല്ലേ, നമ്മൾ ചിലപ്പോൾ അന്തം വിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും. അല്ലേ, ഹി വാസ് ടേൺഡ് ടു എ സ്റ്റോൺ. അല്ലേ, അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്, കല്ലായി മാറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഹിസ് മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്. ദ റൂം വാസ് ഫില്ലഡ് വിത്ത് ഡാർക്ക്നെസ്. അല്ലേ, ആ വാതിൽ എങ്ങോട്ടാണ് മക്കളെ തുറന്നിട്ടുള്ളത്? ഇരുട്ടിലോട്ട്. മുറിയിലും എന്താ പറഞ്ഞിട്ടുള്ളൂ? ഇരുട്ട്. അല്ലേ, ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ്. അല്ലെ, കെറോസിൻ ലാമ്പാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഐ സാറ്റ് ദേർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ഫ്ലഷ്. അല്ലേ, അദ്ദേഹം അവിടെ എന്തുപോലെ ഇരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? സ്റ്റോൺ ഇമേജ് ഇൻ ഫ്ലഷ്. അല്ലേ, നമ്മളെ ഇറച്ചിയാൽ തീർത്തിട്ടുള്ള ഒരു കൽച്ചിത്രം പോലെ, ഒരു ശില്പം പോലെ അദ്ദേഹം ഇരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് അദ്ദേഹം ചോരയും നീരുമുള്ള മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹം ഇരുന്ന ഇതുപോലെയാണ് മക്കളെ എന്നാ പറഞ്ഞിട്ടുള്ളത്? സ്റ്റോൺ ഇമേജ് പോലെയാണ് അദ്ദേഹം ഇരുന്നിട്ടുള്ളത്. ചിന്തകളാണ് അദ്ദേഹം കുറെ. അല്ലേ, ഹി ടുക്ക് സം ഡിസിഷൻസ്. അല്ലേ, എന്തൊക്കെ? ഷേവ് ഡെയിലി, കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഇൻ സ്ലീപ്സ്, ആൻഡ് ഹി വാണ്ടഡ് ടു മാരി. ആൻഡ് ആഫ്റ്റർ ആൾ, ഇതിനൊക്കെ ശേഷം അവർ സ്നേക്ക് ലാൻഡഡ് ഓൺ ഹിസ് ഷോൾഡർ. സോ അല്ലേ, എന്തെല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. അല്ലേ, മലപ്പുറം കത്തി അമ്പും വില്ലും ഒക്കെ ആയിരുന്നല്ലോ. അല്ലേ, ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ? എങ്ങനെയെങ്കിലും അവിടുന്ന് എന്ത് ചെയ്യണം? എസ്കേപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, അല്ലേ, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലേ, അപ്പോഴാണ് ചിലപ്പോൾ എന്ത് ചെയ്യുക, ദൈവമേ എന്നെ രക്ഷിക്കണം എന്നൊക്കെ നമ്മൾ പറയുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡോക്ടറും. അല്ലേ, കഥൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് സാറ് പറയുന്നുള്ളൂ കേട്ടോ, ആരും സീരിയസ് ആയി എടുക്കരുത്. ഓക്കെ, ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. അല്ലേ, ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ. ആ ക്രിയേറ്റർ ആരാ? സർവശക്തനായ ദൈവം. ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. ഈ ലോകവും ഈ പ്രപഞ്ചവും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ക്രിയേറ്റർ അദ്ദേഹത്തിന് അപ്പോൾ ഓർമ്മ തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഫെൽറ്റ് ദാറ്റ് ടൈം ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. ഗോഡ് വാസ് ദെയർ. ദൈവം അവിടെ ഉണ്ടായിരുന്നു. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. അദ്ദേഹം വിചാരിക്കാൻ മനസ്സിൽ. അല്ലേ, ഹിസ് മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്തു. അല്ലേ, സപ്പോസ് ഹി സെഡ് സംതിങ്, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, ആൻഡ് ഗോഡ് ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹേർട്ട് ദ വേർഡ്സ് ഓ ഗോഡ്. അല്ലേ, ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ. ഞാൻ എൻ്റെ ഭാവനയിൽ അല്ലേ, വെളുത്ത ബ്രൈറ്റ് ലെറ്റേഴ്സിൽ, തിളക്കമാർന്ന ലെറ്റേഴ്സിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഓ ദൈവമേ, അല്ലേ, ഓ ഗോഡ് എന്ന വാക്ക് എഴുതാൻ അദ്ദേഹം ശ്രമിക്കുന്നു. ഓ ഗോഡ്. ഓക്കെ, സോ ടുഡേ ഐ ആം ഗോയിങ് ടു വൈൻഡ് അപ്പ് മൈ ക്ലാസ്. വി വിൽ ഡിസ്കസ് അവർ ചാപ്റ്റർ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ ഹോമിയോപ്പതിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അല്ലേ, ഇതിൽ നിന്നും കൂടി കൂട്ടിച്ചേർത്തിട്ട് കുറച്ച് വാക്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, അതിൽ കൂട്ടിച്ചേർക്കുക. ഓക്കെ, ആൻഡ് യു ഷുഡ് ആൻസർ ഓൾ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ്. അല്ലേ, പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക തന്നെ വേണം. ഓക്കെ സ്റ്റുഡൻസ്, we will meet in our next class. Stay safe, stay home.